നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിലെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാരമാണ് കടന്നുപോയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഫോസിസിന്റെയും ടാറ്റ കൺസൾട്ടൻസി സർവീസസിന്റെയും റിസൾട്ട് പുറത്തുവന്നു. തിങ്കളാഴ്ച ഇൻഫ്ലേഷൻ നിരക്ക് വരാനിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വീക്ക്ലി ക്ലോസിംഗ് നോക്കാം. 5227 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായി. സെൻസെക്സ് 17,213 ക്ലോസ് ചെയ്തു. അതുപോലെ ഹെഡ്ജ് കിരീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് ഈ വാരത്തിലെ വിപണിയെ വിലയിരുത്തുവാനും ഒപ്പം തന്നെ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനുമായി എത്തിയിരിക്കുന്നത്. ആദ്യം നമുക്ക് വീക്ക്ലി ക്ലോസിംഗ് വിശദമായി ഒന്ന് പരിശോധിക്കാം. 5227 നിഫ്റ്റിയുടെ ക്ലോസിംഗ് ഉണ്ടായി. ഇൻഫോസിസിന്റെ റിസൾട്ട് വിപണിക്ക് പ്രതീക്ഷിച്ച അത്ര ആവേശം നൽകിയില്ല. TCS ആകട്ടെ ശ്രദ്ധേയമായ റിസൾട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. വരുന്ന ദിവസങ്ങളിലും നിരവധി റിസൾട്ടുകൾ വരാനുണ്ട്. പക്ഷേ തിങ്കളാഴ്ച വരാനിരിക്കുന്ന ഇൻഫ്ലേഷൻ നിരക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. RBIയുടെ വായ്പാ നയ അവലോകനത്തെ നേരിട്ട് സ്വാധീനിക്കാൻ പോകുന്നത് ഈ നിരക്കായിരിക്കും. ഭുവനേന്ദ്രൻ, അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാരം ആണ് വരാനിരിക്കുന്നത് എന്ന് കൂടി നമുക്ക് പറയാം. ഇൻഫ്ലേഷൻ സംബന്ധിച്ച് വിപണിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? റിസർവ് ബാങ്ക് ഒരു നിരക്ക് കട്ട് ചെയ്യാനുള്ള സാധ്യത ഇതിന്റെ പശ്ചാത്തലത്തിൽ എത്രത്തോളമുണ്ട്? ലാസ്റ്റ് നമ്മൾ IIP ഡാറ്റ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു IIP ഡാറ്റ വന്ന സമയത്ത് മാർക്കറ്റ് അതിനോട് നെഗറ്റീവായിട്ടാണ് റിയാക്ട് ചെയ്തത്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഒന്ന് ഇൻഫോസിന്റെ റിസൾട്ട് ആയിരുന്നു. രണ്ട്, IIP ഡാറ്റ ബെറ്ററായി വരുന്നത് ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത കുറയുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായി. അതുകൊണ്ടായിരുന്നു ബെറ്റർ IIP ഡാറ്റ വന്നിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തത്. അതുപോലെ നെക്സ്റ്റ് മൺഡേ ഇൻഫ്ലേഷൻ ഫിഗർ പുറത്തു വരുന്നു. ഇൻഫ്ലേഷനെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും റേറ്റ് കട്ടിനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് 16th വരുന്ന ഇൻഫ്ലേഷൻ തന്നെയായിരിക്കാം. ഇൻഫ്ലേഷൻ കുറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഒരു റേറ്റ് കട്ട് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇൻഫോസിസിന്റെ റിസൾട്ടിനെ എങ്ങനെ വിലയിരുത്താം? വിപണിയുടെ പ്രതീക്ഷയ്ക്ക് അത്ര ഉയർന്ന ഒരു റിസൾട്ട് അല്ല ഇൻഫോസിസിന് വന്നത്. സ്വാഭാവികമായിട്ട് ആ സ്റ്റോക്കിലേക്ക് ഏകദേശം ഒരു 8% നഷ്ടം അന്ന് തന്നെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. മാർക്കറ്റിന്റെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ഇൻഫോസിസിന്റെ റിസൾട്ടിന് കഴിഞ്ഞില്ല. അതുപോലെ മാർക്കറ്റിന് ഇൻഫോസിസിന്റെ റിസൾട്ടിൽ വലിയ പ്രതീക്ഷ തന്നെയാണ്. എന്നാൽ പ്രതീക്ഷയ്ക്ക് ഉയരാൻ ഒരിക്കലും ഇൻഫോസിസിന്റെ റിസൾട്ടിന് കഴിയുന്നില്ല. അതുപോലെ തന്നെ ഗൈഡൻസ്. ഇപ്പം ലാസ്റ്റ് 3-4 ക്വാർട്ടർ റിസൾട്ട് എടുക്കുകയാണെങ്കിൽ എപ്പോഴും റിസൾട്ടിന് മുമ്പ് മാർക്കറ്റിന് വലിയ പ്രതീക്ഷയാണ് ഇൻഫോസിന്റെ റിസൾട്ടിനെ കുറിച്ച്. മാനേജ്മെന്റിന്റെ ഗൈഡൻസും അതേപോലെ തന്നെ മോശമാകുന്നു. ഈ സാഹചര്യത്തിലാണ് മാർക്കറ്റിൽ ഷാർപ്പായിട്ടുള്ള കറക്ഷൻസ് സംഭവിക്കുന്നത്. 2289 കോടി രൂപയാണ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്തത്. അതുപോലെ ഗൈഡൻസ് 5% കുറച്ചു. ഇതായിരുന്നു മാർക്കറ്റിൽ ഒരു 9% ഇൻഫോസിന്റെ ഷെയർ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു പ്രധാന റീസൺ. ഒന്ന്, ഡോളറിലുണ്ടായ ഫ്ലക്ച്വേഷൻ. രണ്ട്, ഗ്ലോബലി ഉണ്ടായിരിക്കുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസ്. പല കമ്പനികൾ, ബാങ്ക്, അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ, ഓട്ടോമൊബൈൽ കമ്പനികളെല്ലാം തന്നെ അവരുടെ IT എക്സ്പോഷർ കട്ട് ചെയ്യുന്നതാണ് കണ്ടത്. ഇതൊക്കെ അവരുടെ ഡിമാൻഡ് കുറയ്ക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് അവരുടെ ഓർഡർ നഷ്ടമായി. ഇതൊക്കെയായിരുന്നു ഇൻഫോസിസിനെ എഫക്ട് ചെയ്ത പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഇൻഫോസിന്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. അത്രത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് വീക്ക് ഇൻഫോസിസ് നമ്മളൊരു വാർണിംഗ് തന്നെ കൊടുത്തിരുന്നു. 2500 ലെവൽ ഇൻഫോസിസ് ഒരു സേഫർ ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഒരു കറക്ഷനുള്ള സാധ്യതയെക്കുറിച്ചും 2300 ബിലോ അതല്ലെങ്കിൽ 2200 ലെവൽ ഇൻഫോസിൽ ഒരു എൻട്രി അഡ്വൈസബിൾ ആണ് എന്നുള്ള ഒരു അഡ്വൈസ് നമ്മൾ കൊടുത്തത്. ലാസ്റ്റ് റിസൾട്ടിന് ശേഷമാണ് 2500 ലെവലിൽ നിന്ന് ഇതുപോലെ തന്നെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു കറക്ഷൻ സംഭവിച്ച് 2150 ലെവൽ വരെ ഇൻഫോസിന്റെ റേറ്റ് മൂവ് ചെയ്തിരുന്നു. അതേ സെയിം തിങ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തത്. ഈ റിസൾട്ടിന് ശേഷം വീണ്ടും 2200 ലെവലിനടുത്തേക്ക് ഇൻഫോസിസിന്റെ സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. കുറച്ചുകൂടെ ഡൗൺ സൈഡിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു പ്രധാന റീസൺ ഫ്യൂച്ചറിൽ വീണ്ടും നെക്സ്റ്റ് റിസൾട്ടിൽ ഒരു ഗൈഡൻസ് വളരെ മോശമായി. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഗ്ലോബലി ഉണ്ടായിരിക്കുന്ന ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി ബാധിക്കാനുള്ളൊരു സാധ്യത. അതുകൊണ്ട് ഇൻഫോസിസ് കുറച്ചുകൂടെ ലോവർ ലെവലിലേക്ക് പോകാം. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ നിലയിൽ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതുകൊണ്ട് അടുത്തൊരു കറക്ഷനോടുകൂടി ഇൻഫോസിസിൽ ഒരു എക്സ്പോഷർ എടുക്കുന്നത് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആയിരിക്കും. ഇപ്പോൾ ഗ്ലോബലി ഉണ്ടായിരിക്കുന്ന ഫൈനാൻഷ്യൽ ക്രൈസിസും ഈ ഡോളറിൽ ഉണ്ടായിരിക്കുന്ന ഈ ഫ്ലക്ച്വേഷൻ തന്നെയാണ് പ്രധാനമായിട്ടും. അതുപോലെ യൂറോപ്പിൽ നിന്നുള്ള അവരുടെ ഒരു ഓർഡർ നഷ്ടമായത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇൻഫോസിസിനെ എഫക്ട് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതേ സമയത്ത് തന്നെയാണ് TCSന്റെ റിസൾട്ട് വളരെ പോസിറ്റീവാണ്. കാരണം ഗ്ലോബലി അവരുടെ ഓർഡർ ബുക്ക് വളരെ ശക്തമായി, അവരുടെ സെയിൽസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടായി. സെയിം തന്നെ രണ്ട് കമ്പനി സെയിം സെക്ടറിൽ TCS വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. പലപ്പോഴും നമ്മൾക്കറിയാം ഇൻഫോസിസിന്റെ റിസൾട്ടിന് ശേഷം TCSലും വിപ്രോയിലൊക്കെ തന്നെ ഒരു ഡ്രോപ്പ് സംഭവിക്കാറുണ്ട് സ്റ്റോക്ക് പ്രൈസിൽ. അതുതന്നെയാണ് ലാസ്റ്റ് വീക്കും സംഭവിച്ചത്. എന്നാൽ
TCS റിസൾട്ട് അനൗൺസ് ചെയ്തതോടുകൂടി 1% ബെറ്ററായി. പലപ്പോഴും എല്ലാ ക്വാർട്ടറും TCSന്റെ റിസൾട്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് TCS അനൗൺസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് പ്രൈസ് ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഒരു സേഫർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു TCS തന്നെയായിരിക്കും. ഇൻഫോസിസിന് പകരമായി TCSലേക്ക് എക്സ്പോഷർ ഷിഫ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അടുത്തയാഴ്ച വിപണി ഏതൊക്കെ ഘടകങ്ങളായിരിക്കും സ്വാധീനിക്കുക? തിങ്കളാഴ്ച ഇൻഫ്ലേഷൻ റേറ്റ് വരുന്ന കാര്യം നമ്മൾ പറഞ്ഞു. കൂടുതൽ റിസൾട്ടുകൾ ഏതൊക്കെയാണ് വരാനുള്ളത്? പ്രധാനമായിട്ടും 16ന് വരുന്ന ഇൻഫ്ലേഷൻ തന്നെയാണ് മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. ജൂലൈ 31 RBIയുടെ റിവ്യൂ മീറ്റിംഗ് ഉണ്ട്. അതിൽ ഡിസിഷൻ വരാം. ഇൻഫ്ലേഷൻ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റേറ്റ് കട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. മൺഡേ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ റിസൾട്ട് വരുന്നു 16ന്, 17ന് ആക്സിസ് ബാങ്ക്, 18ന് ബജാജ് ഓട്ടോ, 19ന് ഡോക്ടർ റെഡ്ഡി കോട്ടക് മഹീന്ദ്ര ബാങ്ക്, അതുപോലെ 20th മേജർ റിസൾട്ട് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. അതുകൊണ്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്നു. ആ മൂവ്മെന്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം മാർക്കറ്റിൽ നിന്നും. ലാസ്റ്റ് വീക്ക് നമ്മൾക്കറിയാം TCS 1% ബെറ്റർ ആയപ്പോൾ ഇൻഫോസിസ് 9% ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്തു. അതുപോലെ തന്നെ HDFC ബാങ്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. ബാങ്കിങ് സ്റ്റോക്ക് 1% ബെറ്റർ ആയിരുന്നു. അതുകൊണ്ട് നെക്സ്റ്റ് വീക്കും അതുപോലെ തന്നെ സംഭവിക്കും. കാരണം ആക്സിസ് ബാങ്ക് അതുപോലെ റിലയൻസ് ഇൻഡസ്ട്രീസ് പോലെയുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു, കമ്പനികളുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. ആ റിസൾട്ടിനനുസരിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാകാം. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഓരോ റിസൾട്ടും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ 16ന് വരുന്ന ഇൻഫ്ലേഷൻ ഫിഗർ, ഇതായിരിക്കാം മാർക്കറ്റ് ഫർദർ ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും നെക്സ്റ്റ് മൺഡേ ഓപ്പണിംഗ് ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. മൺഡേ മാർക്കറ്റ് കുറച്ച് പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. കാരണം ഓവറോൾ മാർക്കറ്റിന് ഒരു സ്ട്രെങ്ത്, ഞാൻ ലാസ്റ്റ് വീക്ക് പറഞ്ഞല്ലോ, സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. 5300 എന്ന് പറയുന്ന 320 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്യാൻ മാർക്കറ്റിന് പറ്റുന്നില്ല. വൺസ് ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ അപ്സൈഡ് നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. ടെക്നിക്കലി വിപണിയെ എങ്ങനെ കാണാം? ടെക്നിക്കലി ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5180 ആണ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ ആയിട്ട് ഹോൾഡ് ചെയ്യുന്നത്. മാർക്കറ്റ് 5320 ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ 5430, 5480 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് ലെവലാണ്. മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് ഞാൻ പറഞ്ഞല്ലോ, റിസൾട്ട് അതുപോലെ തന്നെ ഇത് മാർക്കറ്റ് ഏത് ലെവലിൽ പോകണമെന്ന് തീരുമാനിക്കുന്നു 16ന് വരുന്ന ഇൻഫ്ലേഷൻ അതുപോലെ തന്നെ റിസൾട്ടുകളായിരിക്കാം. എന്തായാലും പോസിറ്റീവായിട്ടുള്ള ഒരു ഫിഗർ പുറത്തു വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാം. മൺഡേ എന്തായാലും മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ള ഒരു സാധ്യത മാർക്കറ്റിൽ കാണുന്നുണ്ട്. ഡൗൺ സൈഡ് 5180 ആണ് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു മേജർ സപ്പോർട്ട് സോണാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് 5100 to 5150 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത കുറവാണ്. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഫർദർ ഡൗൺ സൈഡിലേക്ക് മൂവ് ചെയ്യാം. എന്തായാലും റിസൾട്ട് സീസൺ ആണ്. റിസൾട്ടിനനുസരിച്ച് ഓരോ സ്റ്റോക്കിലും മൂവ്മെന്റ് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റ് വാച്ചിൽ ഒരു ചെറിയ ഇടവേള. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കത്തുകളിലേക്ക് നമ്മൾ കടക്കുന്നു. ഇലക്കവും നിരവധി ഇമെയിലുകൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ മെയിൽ ശ്രീനാഥിൻ്റേതാണ്. അദ്ദേഹം ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. പ്രതിമാസം 25,000 രൂപയുടെ നിക്ഷേപം വിപണിയിൽ നടത്തുവാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. 10 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു നിക്ഷേപത്തെക്കുറിച്ച് ഉദ്ദേശിക്കുന്നു. പ്രത്യേകിച്ചും എ ഗ്രൂപ്പ് സ്റ്റോക്കുകളാണ് അദ്ദേഹം വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് അറിയേണ്ടത്. പൊതുവേ നമുക്കറിയാം നിരവധി പേർ SIP ഇപ്പോൾ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്രതിമാസം നിശ്ചിത തുക വിപണിയിൽ നിക്ഷേപിക്കുന്ന പദ്ധതിയാണിത്. ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ പൊതുവെ ഇപ്പോൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വരുമാനത്തെ എങ്ങനെ ബാധിക്കും? പ്രത്യേകിച്ചും ട്രേഡിംഗ് ആണ് ബ്രോക്കിംഗ് സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും ഇത് ഇവരുടെ പ്രോഫിറ്റബിലിറ്റി, ബ്രോക്കിംഗ് ഹൗസിന്റെ പ്രോഫിറ്റബിലിറ്റി തീർച്ചയായിട്ടും ഇത് ബാധിക്കും. അതിന്റെ റീസൺ ഇതിന്റെ റവന്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ട്രേഡിംഗ് തന്നെയാണ് ബ്രോക്കിംഗ് ഹൗസിന്റെ റവന്യൂ എന്ന് പറയുന്നത്. പക്ഷേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് പലപ്പോഴും ഓരോ ഗ്രൂപ്പ് പുതുതായി വരുന്നു, അവർ പൈസ നഷ്ടപ്പെട്ട് പുറത്തു പോകുന്നു, വീണ്ടും പുതിയ ഗ്രൂപ്പ് വരുന്നു. ഇപ്പോൾ ഓവറോൾ ട്രേഡിംഗ് കുറഞ്ഞു വരികയാണ് ഇപ്പോൾ. കാരണം ആളുകൾക്ക് നഷ്ടം സംഭവിച്ച് ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരാൻ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ SIP പോലും ആളുകൾക്ക് താല്പര്യം കുറവാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് പൈസ നഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളൊരു ഫീലിംഗ് ഓവറോൾ വന്നിട്ടുണ്ട്. ലാസ്റ്റ് 4 ഇയറായിട്ട് ഒരു വർഷം മാത്രമാണ് മാർക്കറ്റ് ഒരു ബുൾ ഫേസിലേക്ക് കടന്നത്. ബാക്കി വർഷങ്ങളെല്ലാം തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നഷ്ടങ്ങൾ തന്നെയാണ്. എസ്പെഷ്യലി സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് സ്റ്റോക്കിലൊക്കെ തന്നെ ഷാർപ്പായിട്ടുള്ള ഫോൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ബ്രോക്കിംഗ് ഹൗസിനെ സംബന്ധിച്ച് അത് നഷ്ടം തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ 3% മാത്രമാണ് ടോട്ടൽ എക്സ്പോഷർ സ്റ്റോക്ക് മാർക്കറ്റിലെ ആളുകളുടെ. ആ ഒരു പെർസെൻറ്റേജ് 10 to 15% വരികയും എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിലെ വളരെ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുക എന്നുള്ള ഇതൊരു അസറ്റ് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് എല്ലാവർക്കും ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് വളരെയധികം കുറവാണ്. സ്റ്റോക്ക് മാർക്കറ്റാണ് ഞാൻ
പലപ്പോഴും പറയുന്നതാണ് 10 വർഷത്തെ റിട്ടേൺ നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ ഫ്രണ്ട് റൺ സ്റ്റോക്കുകൾ, കാരണം നമ്മളുടെ മുന്നിൽ കാണുന്ന കമ്പനികൾ, ഇപ്പോൾ മാരുതി ആയിക്കോട്ടെ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിലയൻസ്, L&T പോലെയുള്ള കമ്പനി, ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള കമ്പനികൾ 10 times ആണ് റിട്ടേൺ കൊടുത്തിരിക്കുന്നത്. ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 2.5% മാത്രമാണ് റിട്ടേൺ കിട്ടുക. അപ്പോൾ ഇവിടെ 10 മൾട്ടി-ഫോൾഡ് റിട്ടേൺ ആണ് കിട്ടുന്നത്. പക്ഷേ ഇതിലേക്ക് ആളുകൾ വരാത്തത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന ഒരു പൈസ മാർക്കറ്റിൽ നഷ്ടപ്പെടുത്തുകയാണ്. അപ്പോൾ ഏറ്റവും നല്ലത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഡിസിഷനും വളരെ നല്ലതാണ്. അവിടെ പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടണം. കാരണം എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിൽ ചെറിയൊരു എക്സ്പോഷർ ആവശ്യമാണ്. കാരണം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ നടത്തണം. ബിസിനസ് എന്ന് പറയുന്നത് നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ആ കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പബ്ലിക്കിൽ കാണുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ITC എടുത്താലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ കാണുന്ന ബിസ്ക്കറ്റ്, റോഡിലിറങ്ങുമ്പോൾ കാണുന്ന വെഹിക്കിൾസ്, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ, സിമൻറ്റ്, അങ്ങനെ നമ്മുടെ മുന്നിൽ ഉള്ള സ്റ്റോറികളിൽ വിശ്വസിച്ച് അങ്ങനെയുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും അഡ്വൈസബിൾ ആണ്. അപ്പോൾ കൂടുതൽ ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണം. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താൽ, കക്കുംതോറും മുടിയും തോറും കക്കും എന്ന് പറയുന്ന രീതിയിൽ ബ്രോക്കിംഗ് ഹൗസിന് സ്പെക്കുലേഷൻ നടത്തിയേ പറ്റുകയുള്ളൂ. കാരണം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ പ്രോഫിറ്റ് കുറയും തോറും അവരതിനെ എൻ്റർടൈൻ ചെയ്യും. അപ്പോൾ വീണ്ടും ആളുകൾക്ക് നഷ്ടപ്പെടുന്നുണ്ട്, ആളുകൾ നഷ്ടപ്പെട്ട് പുറത്തേക്ക് പോവുകയാണ്. പുതിയ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ ആളുകൾ SIP പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അതിനകത്ത് നഷ്ടം സംഭവിക്കുന്നില്ല. നമ്മളൊരു 10-year ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ല റിട്ടേൺ നമുക്ക് ലഭിക്കും. ഇപ്പോൾ 2003 മാരുതി 150 ആണ് റേറ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 230 ആണ്, റിലയൻസ് 190 ആണ്. ഇന്ന് അതിൻ്റെ റേറ്റ് എത്രയാണ്? നമ്മൾക്കറിയാം, ബോണസ് കൊടുത്തു. അതിനുശേഷം L&T ഒക്കെ 240, L&T ഇന്നും 1300 ഉണ്ട്, 1:1 ബോണസ് കൊടുത്തതിന് ശേഷം. ഇപ്പോൾ മൾട്ടി-ഫോൾഡ് റിട്ടേൺ ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം ഈ മാർക്കറ്റിൻ്റെ കയറ്റിറക്കങ്ങൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതുപോലെ സ്റ്റോക്ക് സെലക്ഷൻ, A ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിൽ ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ ഇവിടെ ആദ്യമായിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല പബ്ലിക് സെക്ടർ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വളരെ നല്ലൊരു ലോങ് ടൈം ബൈ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, 2003 230 ആണ് സ്റ്റോക്കിൻ്റെ റേറ്റ്. ഇന്ന് നമ്മൾക്കറിയാം 2200, 10 times റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ ഇനിയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇന്ത്യ ഉണ്ടോ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ എല്ലാവർക്കും ധൈര്യമുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷെയർ മേടിക്കാൻ ആളുകൾക്ക് പേടിയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. 2060 ലെവൽ വരുമ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം, ലാസ്റ്റ് 1520 ലെവൽ വരെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വന്നിരുന്നു. അതിനുശേഷം 2450 വരെ പോയി, വീണ്ടും 1800 ലെവൽ വന്നു. ഈ റീസെൻ്റ് ആയിട്ടുള്ളൊരു പുൾ ബാക്കാണ്. ഇപ്പോൾ 2200 മുകളിലാണ് ഇപ്പോൾ മാർക്കറ്റ് ട്രേഡിംഗ് നടക്കുന്നത്. 2060 വരുന്നതോടുകൂടി തീർച്ചയായിട്ടും SIP സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അഡ്വൈസബിൾ ആണ്. അതുപോലെ തന്നെ L&T 1250 ലെവൽ വരുമ്പോൾ ലാർസൻ ആൻഡ് ടൂബ്രോ ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ്, ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൂടുതലായിട്ട് സ്പെൻഡിങ് വരികയാണ്. L&Tയെ സംബന്ധിച്ച് വീണ്ടും വളരെയധികം ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാലാകാലങ്ങളിൽ ബോണസ് കൊടുക്കുന്ന വളരെ നല്ല മാനേജ്മെൻറ്റാണ് L&Tയുടേത്. ദെൻ ടാറ്റ മോട്ടോഴ്സാണ്. നമ്മൾക്കറിയാം, ഗ്ലോബലി തന്നെ പ്രസൻസ് ഉള്ള ഒരു കമ്പനിയാണ്. 207 ലെവലാണ് സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവലായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത്. ടാറ്റ മോട്ടോഴ്സ് സേഫ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ ടാറ്റ സ്റ്റീൽ, നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടാറ്റ ഗ്രൂപ്പാണ്. ഗ്ലോബലി പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നിരിക്കുന്നതിൻ്റെ റീസൺ പോലെ ഗ്ലോബലി ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട്. ഗ്ലോബൽ ക്രൈസിസ് വന്നതിന് ശേഷം ഗ്ലോബലി കമ്പനിയുടെ സെയിൽസ് പ്രൊഡക്ഷൻ കട്ട് ചെയ്തു, സെയിൽസ് കുറച്ച് ഡ്രോപ്പ് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് വീക്ക് 4% ടാറ്റ സ്റ്റീൽ കറക്ഷൻ നേരിട്ടു. ചെറിയൊരു കറക്ഷൻ 370 എന്ന് പറയുന്ന ലെവൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ്. ദെൻ IDFC ആണ്. വളരെ സേഫ് ആയിട്ടുള്ള ഫണ്ടമെൻ്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. IDFCയിൽ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. 117 ലെവൽ സേഫ് ആയിട്ടുള്ള എൻട്രി ലെവലാണ്. ദെൻ ITC ആണ്. നമ്മൾക്കറിയാം, ITCയുടെ പല പ്രൊഡക്റ്റുകളും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ് ITC. റീസെൻ്റ് ആയിട്ട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. 236 ലെവൽ വളരെ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവൽ തന്നെയാണ്. ദെൻ TCS ആണ്. TCS റീസെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് പോലും വളരെ പോസിറ്റീവായിരുന്നു. ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് IT കമ്പനിയാണ്. ഇൻഫോസിസിൽ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. ഈ ഫ്രണ്ട് റൺ സ്റ്റോക്കുകളിൽ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഈ ഫ്രണ്ട് റൺ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ 25,000 മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ടാണ് ഈ ഇത്രയും വാല്യൂ കൂടുതലുള്ള സ്റ്റോക്കുകൾ. ഒരു സാധാരണ നിക്ഷേപരെ സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഷെയർ മേടിക്കണമെങ്കിൽ 2200 rupees വേണം. അതുകൊണ്ട് ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു എക്സ്പോഷർ അഡ്വൈസബിൾ അല്ല. ഇതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, L&T, ടാറ്റ മോട്ടോഴ്സ്, IDFC, അതുപോലെ തന്നെ TCS, ITC പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും SIP അഡ്വൈസബിൾ ആണ്. അടുത്ത കത്തിലേക്ക് പോകാം. ശ്രീ സുരേഷിന്റെ കത്താണ്. ഷൊർണൂർ നിന്നാണ് അദ്ദേഹം കത്തയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്
കുറച്ച് ഹൈ ബീറ്റ സ്റ്റോക്കുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു 6 മാസം മുതൽ 1 വർഷത്തെ കാലയളവിൽ റിട്ടേൺ ലഭിക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളെ കുറിച്ചാണ് സുരേഷ് ചോദിക്കുന്നത്. 6 മാസം മുതൽ 1 ഇയർ എന്ന് പറയുന്ന ടൈം ഫ്രെയിം, അതിനകത്ത് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോർട്ട്ഫോളിയോയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, L&T, ടാറ്റ മോട്ടോഴ്സ്, IDFC പോലെയുള്ള, യെസ് ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകൾ ഒരു എക്സ്പോഷർ എടുക്കുന്നതായിരിക്കും നല്ലത്. ആ സ്റ്റോക്കിന്റെ ഒരു വാല്യൂ ഞാനൊരു ബൈയിങ് ലെവൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ലെവൽ വരുമ്പോൾ ഈ സ്റ്റോക്കിൽ ഇദ്ദേഹത്തിന് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ഒരു ഹൈ ബീറ്റ സ്റ്റോക്ക് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ. അതുപോലെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ആ സ്റ്റോക്കിൽ ഒരു എക്സ്പോഷർ എടുക്കുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും. അടുത്ത കത്തിലേക്ക് പോകാം. അജി ക്ലീറ്റസ് മുംബൈയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ഇമെയിൽ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈവശമുള്ള സ്റ്റോക്കുകൾ അദാനി എന്റർപ്രൈസസ്, BHEL, IGL, ലാൻകോ ഇൻഫ്ര, BGR എനർജി ആൻഡ് JSW എനർജി. ഈ സ്റ്റോക്കുകളുടെ റെസിസ്റ്റൻസ് ആൻഡ് സപ്പോർട്ട് ലെവലെ കുറിച്ചാണ് പ്രധാനമായും ചോദിക്കുന്നത്. ഇതിൽ അദാനി ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. അദാനി 222 ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. 213 ആൻഡ് 204 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 240 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ BHEL ആണ് ഫണ്ടമെന്റലി വളരെ സൗണ്ടാണ്. ഒരു അവസരത്തിൽ 200 ബിലോ മൂവ് ചെയ്ത സ്റ്റോക്കാണ്. ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഉണ്ടായി. 231 ലെവലിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 225 ആൻഡ് 213 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ടെക്നിക്കലി ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 213 ലെവലാണ്. സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ലെവൽ തന്നെയാണത്. 249 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ IGL ആണ് 242 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 230 ആൻഡ് 210 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 270 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ലാൻകോ ഇൻഫ്രയാണ് 1570 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 15 ഒരു മൈനർ സപ്പോർട്ട് സോണാണ്. 15 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ക്ലോസ് ആയി വാച്ച് ചെയ്യണം. 13 ലെവലിലേക്ക് പോകാം. 13 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു അവസരത്തിൽ 1050 വരെ മൂവ് ചെയ്തൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് ഈ സ്റ്റോക്കിലുണ്ടായി. മാനേജ്മെന്റ് ലെവലിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അത് റെക്ടിഫൈ ചെയ്ത് വരുന്നു. 17 ആണ് ഈ സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ BGR എനർജിയാണ്. FISന് നേരത്തെയൊക്കെ വളരെയധികം എക്സ്പോഷർ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ്. എക്സ്പോഷർ FISന്റെ കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റോക്കിൽ ഷാർപ്പായിട്ടുള്ള ഒരു ഫോൾ സംഭവിച്ചത്. 305 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 290 ആൻഡ് 275 സേഫ് ആയിട്ടുള്ള രണ്ട് എൻട്രിയാണ്. 275 ലെവലായിരിക്കും സേഫ് ആയിട്ടുള്ള ഒരു ലോങ് ടൈം എൻട്രി ആയിട്ട് പരിഗണിക്കാവുന്നത്. 344 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിന്റെ അദാനി, BHEL, IGL, ലാൻകോ ഇൻഫ്ര, BGR എനർജി ഫണ്ടമെന്റലി എല്ലാ സ്റ്റോക്കുകളും വളരെ സേഫ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഈ ഒരു ലെവൽ സെക്കൻഡ് സപ്പോർട്ട് ലെവൽ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു ബൈ അഡ്വൈസബിൾ ആണ്. അതുപോലെ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ആ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും ലോവർ ലെവലിലേക്ക് പോകാം. അതേസമയം ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബൈ അഡ്വൈസബിൾ ആണ്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത കത്തിലേക്ക് കടക്കുന്നു. സുജീർ മാറാഞ്ചേരിയിൽ നിന്നാണ് സുജീറിന്റെ കത്ത്. അദ്ദേഹത്തിന് അറിയേണ്ട സ്റ്റോക്കുകൾ L&T, BHEL, HDIL, വോൾട്ടാസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അശോക് ലൈലാൻഡ്, സിപ്ല ആൻഡ് ഹിൻഡാൽകോ. ഇതിൽ L&T നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. 1374 ആണ് ഫസ്റ്റ് സപ്പോർട്ട് സോൺ. ആ ഒരു ലെവൽ നമ്മൾ വളരെ നന്നായി വാച്ച് ചെയ്യണം. മാർക്കറ്റിലൊരു ഫാൾ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇൻഫ്ലേഷൻ ഫിഗറൊക്കെ മോശമാവുകയാണെങ്കിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 1316 ലെവൽ സേഫ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് എൻട്രി ലെവലായിട്ട് പരിഗണിക്കാൻ. 1514 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ HDIL ആണ്. HDIL വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പുൾ ബാക്ക് സംഭവിച്ചു. 8650 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 81 ആൻഡ് 77 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 96 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ വോൾട്ടാസ് ആണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കാണ്. 106 ആണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ദെൻ അത് ബ്രേക്ക് ആണെങ്കിൽ 98 ലെവൽ തീർച്ചയായിട്ടും സേഫ് ആയിട്ടുള്ള ലോങ് ടൈം എൻട്രിയാണ്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വോൾട്ടാസ് ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം. 132 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്. ലാസ്റ്റ് റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു. കറക്ഷൻ ഒരു ഹൈ ബീറ്റ സ്റ്റോക്കാണ്. സൗണ്ട് സ്റ്റോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. 440 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. 420 ആൻഡ് 399 400 ലെവലായിരിക്കും ഒരു ലോങ് ടൈം എൻട്രി. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതായിരിക്കും ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ നല്ലത്. 464 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ അശോക് ലൈലാൻഡ് ആണ്. 2250 ആൻഡ് 19 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 29 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിപ്ലയാണ്. സിപ്ല ഗ്ലോബലി തന്നെ ഇവർ പ്രസൻസ് ഇംപ്രൂവ് ചെയ്യാൻ പോകുന്നു. ലാസ്റ്റ് വീക്ക് 2% ബെറ്റർ ആയിരുന്നു. 316 ആൻഡ് 306 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു ഫാർമ കമ്പനിയാണ്.
പലപ്പോഴും മാർക്കറ്റ് വാച്ച് റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. 350 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. കറണ്ട് ലെവൽ 328 ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. 350 ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ പരിഗണിക്കാം. ദെൻ ഹിൻഡാൽകോ ആണ് 113 ആൻഡ് 105. ഗ്ലോബലി തന്നെ അലുമിനിയം അതുപോലെ തന്നെ കോപ്പർ, മെറ്റൽ സെക്ടറിൽ എല്ലാ സ്റ്റോക്കുകളിലും ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. അതിൻ്റെ റിഫ്ലക്ഷൻ ഈ സ്റ്റോക്കിൽ നമ്മൾ കണ്ടു. അടുത്തൊരു കറക്ഷനോടുകൂടി സ്റ്റോക്കിലും ഈ സെക്ടറിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 113 ആൻഡ് 105. 105 മാർക്കറ്റിലൊരു ഷാർപ്പ് ഫോൾ സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവൽ വരെ വരാൻ സാധ്യതയുള്ളൂ. 105 തീർച്ചയായിട്ടും സേഫായുള്ള ഒരു എൻട്രി ലെവലാണ്. 135 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ വളരെ നല്ല സ്റ്റോക്കുകളാണ്. എല്ലാ സ്റ്റോക്കുകളും ഫർദർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കുമ്പോൾ മാത്രം. മൺഡേ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങിനുള്ളൊരു സാധ്യതയുണ്ട്. മൺഡേ മാർക്കറ്റ് ഏത് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും ഇൻഫ്ലേഷൻ ഫിഗർ തന്നെയായിരിക്കും, അതുപോലെ തന്നെ വരാനിരിക്കുന്ന റിസൾട്ടുകൾ. അതുകൊണ്ട് എല്ലാ റിസൾട്ടുകളും വളരെ ക്ലോസായി വാച്ച് ചെയ്യുക. അതുപോലെ ഇൻഫ്ലേഷൻ ഫിഗർ ക്ലോസായി വാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. മാർക്കറ്റ് വാച്ചിന്റെ ലക്കം അവസാനിക്കുന്നു. വിപണി സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾ തുടർന്നും എഴുതി അറിയിക്കുക. investment@asiannews.in എന്ന വിലാസത്തിൽ, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് ന്യൂസ് NH ബൈപ്പാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 25 എന്ന വിലാസത്തിൽ അയയ്ക്കുക. ഹെഡ്ജ് എക്വിറ്റീസിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രനാണ് പതിവുപോലെ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നത്. മാർക്കറ്റ് വാച്ചിനെ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.